ചിന്തയ്ക്ക് വേണ്ടി നമുക്കൊരു വചനം 2 തിമോത്തിയോസ് അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രം ആയിരിക്കും. പ്രിയമുള്ളവരെ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ കൃപയിലേക്ക് വിളിച്ചുവെങ്കിൽ, ദൈവം നിങ്ങളെ ഈ സ്നേഹത്തിലേക്ക് കൊണ്ടുവന്നുവെങ്കിൽ, ദൈവം നിങ്ങളെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തുവെങ്കിൽ, ദൈവം പറയുന്നു നിങ്ങൾക്കൊരു ശുശ്രൂഷയുണ്ട്, നിങ്ങൾക്കൊരു ദൈവത്തിൻ്റെ ദൗത്യമുണ്ട്. ആ ദൗത്യം ഏൽപ്പിക്കുന്നതിന് മുമ്പ്, ശുശ്രൂഷ ഏൽപ്പിക്കുന്നതിന് മുമ്പ് ചില പ്രത്യേകമായ പരിശോധനകളിലൂടെ പലപ്പോഴും ദൈവം കടത്തിവിടാറുണ്ട്. ദൈവത്തിൻ്റെ ശുശ്രൂഷ അത് വളരെ രാഗവുമായിട്ടുള്ള ശുശ്രൂഷയല്ല, വളരെ ഗൗരവമായിട്ടുള്ള ശുശ്രൂഷയാണ്. അതുകൊണ്ട് തന്നെ ദൈവം വിളിക്കുന്ന വ്യക്തിയെ, ദൈവം തിരഞ്ഞെടുക്കുന്ന വ്യക്തിയെ ദൈവം ചില പരിശോധനകളിലൂടെ കടത്തിവിട്ട് അദ്ദേഹത്തെ തികഞ്ഞവനാക്കിയതിന് ശേഷമാണ് ദൈവത്തിൻ്റെ പൂർണ്ണമായ അളവിൽ ഒരു വ്യക്തിയെ കർത്താവ് എടുത്ത് ഉപയോഗിക്കുന്നത്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, തിമോത്തിയോട് പറയുകയാണ്, അല്ലയോ തിമോത്തി, ഈ കാര്യങ്ങളൊക്കെ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, അനീതിയായ കാര്യങ്ങൾ, ദൈവത്തിൻ്റെ ഹിതമില്ലാത്ത ചില കാര്യങ്ങളൊക്കെ വിട്ടൊഴിഞ്ഞ് സ്വയം വെടിപ്പാക്കുന്ന ഒരു വ്യക്തി കർത്താവിൻ്റെ കരങ്ങളിൽ ഉപയോഗമുള്ള ഒരു മാനപാത്രമായി തീരും. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു ഉപയോഗമുള്ള, ഒരു അനുഗ്രഹമുള്ള ഒരു മാനപാത്രമായി എങ്ങനെ തീരാം. നമ്മൾ കാണുന്നു ചില പാത്രങ്ങൾ ഹീന കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ചില പാത്രങ്ങൾ മാനമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അങ്ങനെ മാനപാത്രമായി തീരണമെങ്കിൽ അവർക്ക് ചില പരിശോധനകൾ കൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ഇന്ന് ദൈവം പരിശോധിക്കുന്ന 7 വിധങ്ങളെക്കുറിച്ച് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ എല്ലാവർക്കും ഒരേ സമയത്ത് വരണമെന്നില്ല. ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ അവസ്ഥകളിൽ, കാലഘട്ടങ്ങളിലായിരിക്കാം ആ പരീക്ഷകൾ കടന്നു വരുന്നത്. പക്ഷേ നമ്മൾ കടന്നു പോയേ മതിയാകത്തുള്ളൂ. ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ദൈവത്താൽ ഉപയോഗിക്കപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇന്നെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ ഒരു ഉപയോഗപാത്രമാക്കി ഉപയോഗിക്കുവാൻ, ഒരു മാനപാത്രമാക്കി ഉപയോഗിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. എന്നാൽ ദൈവമക്കളെ, ഏതൊക്കെ പരിശോധനയൊക്കെ നമ്മൾ കടന്നു പോകേണ്ടി വരുമെന്നുള്ള വിഷയമാണ് നിങ്ങളുമായി ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. അത് നിങ്ങളുടെ മുമ്പിൽ ബൈബിളിലുള്ള ഒരു വ്യക്തിയെ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അത് മറ്റാരുമല്ല, അത് ജോസഫാണ്. ജോസഫിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഈ 7 പരിശോധന കൂടെ കടന്നുപോയി. അദ്ദേഹം ആ ടെസ്റ്റ് പാസ്സായി. ടെസ്റ്റ് പാസ്സായപ്പോൾ ദൈവം അദ്ദേഹത്തെ ശക്തമായ രീതിയിൽ ലോകത്തിന് അനുഗ്രഹമായി ദൈവം അദ്ദേഹത്തെ എടുത്ത് ഉപയോഗിച്ചു. നിങ്ങൾ പക്ഷേ ഇന്ന് പരിശോധന കൂടെ പോകുന്ന വ്യക്തിയായിരിക്കാം, നിങ്ങൾ ഒരു പക്ഷേ ഇന്ന് ടെസ്റ്റിൽ കൂടെ പോകുന്ന വ്യക്തിയായിരിക്കാം, ശോധന കൂടെ പോകുന്ന വ്യക്തിയായിരിക്കാം. ഞാൻ നിങ്ങളെ ധൈര്യപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു, പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നിങ്ങളും ഈ കടന്നു പോകുന്ന പരിശോധനകളിൽ ജയം പ്രാപിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ഒരു മാനപാത്രമായി, നിശ്ചയമായിട്ടും ഒരു അനുഗ്രഹ വിഷയമായി ദൈവത്തിന് നിങ്ങളെയും ഉപയോഗിക്കുവാനായിട്ടുള്ള പ്ലാൻ ഉണ്ട്. ഒരു ഹാലലുയ പറയുമ്പോൾ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഏതൊക്കെയാണ് ദൈവത്തിൻ്റെ പരിശോധന? ഉൽപ്പത്തി പുസ്തകത്തിൽ 37-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, യോസഫിൻ്റെ ജീവിതത്തെക്കുറിച്ച് വായിക്കുന്നുണ്ട്. തൻ്റെ അപ്പൻ പറയുകയാണ്, അല്ലയോ മകൻ യോസഫെ, നീ പോയി സഹോദരന്മാരുടെ ക്ഷേമമൊക്കെ അന്വേഷിച്ച് വരാൻ പറഞ്ഞു. അങ്ങനെ അവരന്വേഷിച്ച് അദ്ദേഹം പോവുകയാണ്. അപ്പൻ്റെ വാക്ക് കേട്ടുകൊണ്ട് ഈ ഇളയ മകനായ ഈ ജോസഫ് അപ്പൻ്റെ വാക്ക് കേട്ടുകൊണ്ട് ചേട്ടന്മാരുടെ സഹോദരനോട് തിരക്കാൻ വേണ്ടി പോവുകയാണ്. പ്രിയമുള്ളവരെ, ഒരു കാര്യം ഓർത്തോണം, തൻ്റെ പിതാവിൻ്റെ വാക്കനുസരിക്കുവാനുള്ള ഒരു താഴ്മയുടെ മനോഭാവം തനിക്കുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുന്നതിന് മുമ്പ്, ഉപയോഗിക്കുന്നതിന് മുമ്പ് ഉണ്ടാകേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്, ആ വ്യക്തിക്ക് ഉണ്ടാകേണ്ടതായ ഒരു സ്വഭാവം എന്ന് പറയേണ്ടത് ഒരു താഴ്മയുടെ അല്ലെങ്കിൽ വിധേയത്വത്തിൻ്റെ സ്വഭാവം ഉണ്ടാകണം. തൻ്റെ പാരൻ്റ് പറയുമ്പോൾ, തൻ്റെ പിതാവ് പറയുമ്പോൾ ആ പിതാവിൻ്റെ ആജ്ഞ അനുസരിച്ചുകൊണ്ട് വളരെ താഴ്മയോടുകൂടി സഹോദരന്മാർക്കുള്ള ഭക്ഷണവുമായിട്ട്, അവർക്കുള്ള കുടിക്കാനുള്ള വെള്ളവുമായിട്ട്, അവരുടെ വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി പുറപ്പെടാനുള്ളൊരു എളിമ ജോസഫിനുണ്ടായിരുന്നു. തൻ്റെ ജീവിതത്തിലെ ഒരു വലിയ മാറ്റത്തിന് അല്ലെങ്കിൽ വലിയൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാകുവാനായിട്ട്, ഒരു വഴിത്തിരിവുണ്ടാകാനായിട്ട്, ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു ലെവൽ എത്തിക്കുവാനായിട്ട് ആ യാത്രയെ എൻ്റെ കർത്താവ് ഉപയോഗിച്ചു.
സ്വത്രം പറയാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ കുഞ്ഞെ, ഒരു സുപ്രഭാതത്തിലല്ല ഒരു യോസഫ് പൊട്ടിപ്പുറപ്പെട്ട് ഒരു വലിയ പ്രൈം മിനിസ്റ്ററായിട്ട് മാറിയത്. മറിച്ച് ചെറിയ രീതിയിൽ അദ്ദേഹം വിശ്വസ്തനായി തൻ്റെ അപ്പനെ അനുസരിച്ച് തൻ്റെ അപ്പൻ്റെ വാക്ക് കേട്ട് താഴ്മയോടുകൂടി ഒരു ദാസ മനോഭാവത്തോടു കൂടി അദ്ദേഹം ആയിരുന്നപ്പോൾ ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവം അദ്ദേഹത്തെ ഉയർത്തുവാനിടയായി തീർന്നു. നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ മാതാപിതാക്കളെ ബഹുമാനിക്കണം, നിങ്ങൾ ദൈവദാസന്മാരെ ബഹുമാനിക്കണം, നിങ്ങൾ ഗുരുക്കന്മാരെ ബഹുമാനിക്കണം, നിങ്ങൾ പ്രായമായിരിക്കുന്ന വൃദ്ധരായിരിക്കുന്ന തലമുടി നരച്ചിരിക്കുന്ന വ്യക്തികളെ നിങ്ങൾ ബഹുമാനിക്കണം, അവരെ ആദരിക്കണം. അത് നമ്മുടെ ഉയർച്ചയുടെ ഒരു പടവാണ്. ഹല്ലേലൂയ. അപ്പോൾ ഒരു കാര്യം ഓർത്തോണം, ഒറ്റയടിക്ക് ദൈവം ഒരാൾക്ക് പെട്ടെന്നൊരു പ്ലാറ്റ്ഫോം ഒരുക്കുകയില്ല, ഒരു വലിയ സ്റ്റേജ് ഒരുക്കുകയില്ല. ഇന്ന് അനേക ദൈവദാസന്മാർ വലിയ വലിയ സ്റ്റേജുകളിൽ പ്രസംഗിക്കുമ്പോൾ ഓർത്തോണം, അവരൊന്നും അങ്ങനെ തുടങ്ങിയതല്ല. തുടക്കം എളിമയിലൂടെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ആയിരുന്നു. അത് കഴിഞ്ഞാണ് ദൈവം അവരെല്ലാം ഉയർത്തിയത്. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ നമ്മളെ ഏൽപ്പിക്കുന്ന കാര്യത്തിൽ വിശ്വസ്തമായിരിക്കുന്നുവെങ്കിൽ, ചെറിയ തുടങ്ങുന്നുവെങ്കിൽ ദൈവം തീർച്ചയായിട്ടും വലിയ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിക്കാനിടയായിത്തീരും. ഹല്ലേലൂയ പറയുമ്പോൾ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓർക്കുന്നു, എൻ്റെ ജീവിതത്തിൽ കർത്താവ് 17-ാമത്തെ വയസ്സിൽ കർത്താവ് എന്നെ വിളിച്ച് വേദരിച്ചതായ സമയത്ത് എനിക്കൊരു സാക്ഷ്യം പറയാൻ പോലും എനിക്കറിയത്തില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൈവദാസ സാക്ഷ്യം പറയാൻ സമയം തന്ന സമയത്ത് എഴുന്നേറ്റ് നിൽക്കാൻ മാത്രമേ അറിയാം, കാരണം ഒന്നും പറയാൻ അറിയത്തില്ല, അത്രയ്ക്കുള്ള ധൈര്യമില്ല, അത്രയ്ക്കുള്ള അറിവില്ല. അങ്ങനെ നിന്നൊരു വ്യക്തിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പിന്നീട് ആ ദൈവദാസം പറഞ്ഞു, സഭയിലെ ചെറിയ ചെറിയ പ്രബോധനങ്ങൾ പറയാൻ വേണ്ടി, ചെറിയ സഭയാണ്, 10-30 പേരേ ഉള്ളൂ, സമയം തരുമായിരുന്നു. അങ്ങനെ ചെറിയ ചെറിയ പ്രബോധനങ്ങൾ പറയാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ 25-30 പേരുടെ മുമ്പിലുള്ള ആ ചെറിയ ചെറിയ പ്രബോധനത്തിലാണ് ആദ്യകാലങ്ങളിലൊക്കെ ശുശ്രൂഷ ആരംഭിച്ചത്. കർത്താവിൻ്റെ കൃപയാൽ ഇന്ന് ദൈവത്തിൻ്റെ കൃപയാൽ തിരിഞ്ഞു നോക്കുമ്പോൾ അത് അനേകായിരങ്ങൾ കൂടിയ സ്റ്റേജുകളിലും അനേകായിരങ്ങളുടെ വചനം പ്രസംഗിക്കുവാനൊക്കെയും കർത്താവ് അവസരങ്ങൾ തരുന്നു. പക്ഷെ തുടക്കം ഒരു ചെറിയ തുടക്കമായിരുന്നു. പ്രിയമുള്ളവർ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം നമ്മളെ ചെറിയ കാര്യം ഏൽപ്പിക്കുമ്പോൾ നമ്മൾ അവിടെ വിശ്വസ്തമായിട്ട് നിൽക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കും. ഹല്ലേലൂയ. അല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിന് ദൈവം വിചാരകനാക്കും. ഒന്നാമത് തൻ്റെ കീഴ്പ്പെടുന്ന മനോഭാവം, തൻ്റെ താഴ്മയുടെ മനോഭാവം, ഒരു വലിയ ഉയർച്ചയിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള തൻ്റെ മനോഭാവം, ഹല്ലേലൂയ, വളരെ പ്രധാനമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. താൻ കീഴ്പ്പെടാൻ തയ്യാറായിരുന്നു. രണ്ടാമതായിട്ട് അദ്ദേഹം പരീക്ഷിക്കപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം മറഞ്ഞിരിക്കാൻ തയ്യാറായിരുന്നു. ആരും അറിയപ്പെടാതിരിക്കാൻ തയ്യാറായിരുന്നു. അതെ, ഒരു കാലത്ത് ജോസഫിനെ ആർക്കും അറിയത്തില്ല, അദ്ദേഹം മറഞ്ഞിരുന്നു. ആരും അറിയാതെ മറഞ്ഞിരുന്നു. എപ്പോഴും മറഞ്ഞിരുന്നത്? സഹോദരന്മാർ തന്നെ പൊട്ടക്കുഴിലേക്ക് തള്ളിയിട്ടപ്പോൾ തന്നെ മറഞ്ഞിരുന്നു. അവിടെ ഒറ്റയ്ക്കായിരുന്നു. സഹായിപ്പാൻ ആരുമില്ലാത്ത അവസ്ഥയായിരുന്നു. നിലവിളിച്ചാൽ കേൾക്കുവാൻ പോലും ആരില്ലാത്ത അവസ്ഥയായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൂടെ ദൈവം കടത്തിവിടും. അത് നമ്മളെ ഒറ്റപ്പെട്ടു പോയ ചില അനുഭവങ്ങൾ, നമ്മുടെ നിലവിളി കേൾക്കുവാൻ ആരുമില്ലാത്ത ചില അനുഭവങ്ങൾ, നമ്മളെ ആരും അറിയാത്ത ചില അനുഭവങ്ങളിലൂടെ ദൈവം നമ്മളെ കടത്തിവിടും. അവിടെ നമ്മൾ വിശ്വസ്തരായിരിക്കണം. ഹല്ലേലൂയ. നമ്മളവിടെ ക്ഷീണിച്ചു പോകാൻ പാടില്ല, നമ്മളവിടെ തളർന്നു പോകാൻ പാടില്ല. നമ്മൾ കർത്താവിൽ ആശ്രയിച്ചാൽ നിശ്ചയമായിട്ടും ദൈവം നമ്മെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരും. സ്തോത്രം പറയാം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കാണുന്നുണ്ട്, ദാവീദിന്റെ ജീവിതത്തിൽ എത്രയോ വർഷങ്ങൾ ആടുകളെ മേയിച്ചുകൊണ്ട് വനാന്തരങ്ങളിൽ ആരാലും അറിയപ്പെടാതെ കാട്ടിൻ്റെ അകത്ത് ഒറ്റയ്ക്ക് ആടുകളെ മേയിച്ചുകൊണ്ട് ഒരിടയനായിട്ട് ദാവീദ് ആയിരുന്നു. പക്ഷെ അവിടെയും ദാവീദ് വിശ്വസ്തനായിരുന്നു. അവിടെയും ദാവീദ് അപ്പനോടുകൂടെ, സ്വർഗത്തിലെ അപ്പനുമായിട്ട് ബന്ധപ്പെട്ട് അപ്പനോടുകൂടെ ആയിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം സങ്കീർത്തനങ്ങൾ എഴുതുന്നത്. തൻ്റെ വനാന്തരങ്ങളിലും ഒറ്റയ്ക്കുള്ള സമയങ്ങളിലുമൊക്കെ അദ്ദേഹം ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവം തരുന്നതായിട്ടുള്ള നല്ല സംഗീതങ്ങൾ, നല്ല പാട്ടുകൾ എഴുതുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ നമുക്ക് സങ്കീർത്തനമായി മാറിക്കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അങ്ങനെ ദൈവത്തോട് കൂടെ നടന്നപ്പോൾ, രഹസ്യമായി മറഞ്ഞിരുന്നപ്പോൾ, തക്ക സമയമായപ്പോൾ ദൈവം ശമൂവേൽ പ്രവാചകനെ അയച്ച് ദാവീദിനെ വെളിയിൽ കൊണ്ടുവന്നു. ഹല്ലേലൂയ. ദൈവമക്കൾ, നമ്മൾ മറഞ്ഞിരിക്കേണ്ട സമയത്ത് മറഞ്ഞിരിക്കാൻ തയ്യാറായാൽ, ആരാലും അറിയപ്പെടാതെ മറഞ്ഞിരിക്കാൻ തയ്യാറായാൽ ദൈവം തക്ക സമയത്ത് നമ്മെ പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. ഇന്ന് ഈ വചനം കേൾക്കുന്ന ഏതൊക്കെയോ ചില വ്യക്തികളോട് ദൈവത്തിന്റെ ആത്മാവിന് പറയാനുള്ളത്, നീ ഇന്ന് മറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കാം, നീ ഇന്ന് ആരും അറിയപ്പെടാതിരിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കാം. ഓ, എന്നെ ആരും അറിയുന്നില്ല, എന്നെ സഹായിപ്പാൻ ആരുമില്ല, എന്നെ കരുതുവാൻ ആരുമില്ല, എൻ്റെ അവസ്ഥകൾക്ക് എന്നൊരു മാറ്റമുണ്ടാകുമെന്ന്
ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ദൈവത്തിന്റെ പൈതലേ, നിന്റെ വിടുതലിന്റെ സമയം അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരുവാനായിട്ടുള്ള സമയം അടുത്തിരിക്കുന്നു. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുവാനുള്ള സമയം അടുത്തിരിക്കുന്നു. നിന്റെ കഷ്ടതകൾക്ക് അറുതി വരുത്തുവാനുള്ള സമയം അടുത്തിരിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാമോ? പ്രൈസ് ദി ലോർഡ്. പൊട്ടക്കിണറ്റിനകത്ത് മറഞ്ഞിരുന്നു, ആരാലും അറിയപ്പെടാതെ അവിടെ മറഞ്ഞിരുന്നു. ദൈവത്തിന്റെ സമയം വരെയും ചില മണിക്കൂറുകൾ അവിടെ രഹസ്യമായിട്ട് അദ്ദേഹം ഒളിവിലായിരുന്നു. ഏലിയാവ് മറഞ്ഞിരുന്നു. വചനം പറയുന്നു, ഏലിയാവ് എവിടെ ഒളിച്ചിരുന്നു? കെരീത്തോട്ടിന്റെ അരികിൽ ഏലിയാവ് ഒളിച്ചിരുന്നു. കാക്ക തനിക്ക് ആഹാരം കൊണ്ട് കൊടുക്കുമായിരുന്നു, തോട്ടിലെ വെള്ളവും കുടിക്കുമായിരുന്നു. മറഞ്ഞിരിക്കേണ്ട ഒരു സമയം ഏലിയാവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ഒരു കാര്യം ഓർത്തോണം, നമ്മുടെ ജീവിതത്തിൽ ദൈവം മറഞ്ഞിരിക്കാൻ പറയുമ്പോൾ അല്പസമയം മറഞ്ഞിരിക്കാൻ നമ്മൾ തയ്യാറാകണം. നിരാശപ്പെടാതെ മറഞ്ഞിരിക്കണം. ഒറ്റയടിക്ക് നമ്മൾ ഫേമസ് ആകാൻ നോക്കരുത്. ഒറ്റയടിക്ക് എനിക്ക് വലിയൊരു ആളാകാൻ വേണ്ടി നോക്കരുത്. അതൊക്കെ ഒരു പ്രോസസ്സാണ്, ടൈം എടുക്കും. ദൈവത്തിൻ്റെ സമയം വരെയും നമ്മൾ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സമയം വരെയും നമ്മൾ ഒളിവിലിരിക്കുന്ന സ്ഥലത്ത് ഒളിഞ്ഞിരിക്കണം. കാരണം ഏലിയാവ് ഒളിഞ്ഞിരുന്നു, ദാവീദ് ഒളിഞ്ഞിരുന്നു, യോസഫ് ഒളിഞ്ഞിരുന്നു. പ്രൈസ് ലോർഡ്. വീണ്ടും നമ്മൾ ബൈബിളിൽ പല വ്യക്തികളെയും കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ സമയം വരെയും അവരെല്ലാം രഹസ്യമായിട്ട് മറഞ്ഞിരുന്നു. കർത്താവാണ് അവരെല്ലാം പുറത്തു കൊണ്ടുവന്നത്. നമ്മളെ ദൈവം ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ ഒരു വലിയ അളവിൽ ദൈവം എടുത്ത് ഉപയോഗിക്കുന്ന ഒരു സമയമുണ്ട്. ഒരു വലിയ അളവിൽ ദൈവം എടുത്ത് മാനിക്കുന്ന ഒരു സമയമുണ്ട്. അതുവരെയും ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. മൂന്നാമതായിട്ട് കാണുന്നത്, വളരെ നിരാശപ്പെടുന്ന സാഹചര്യങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയി. കാരണം ദൈവത്തിൻ്റെ സ്വപ്നമെല്ലാം കിട്ടി, നല്ല അനുഗ്രഹത്തിൻ്റെ സ്വപ്നങ്ങളാണ് കിട്ടിയത്, ഉയർച്ച സ്വപ്നങ്ങളാണ് കിട്ടിയത്, ദൈവം മാനിക്കുന്ന സ്വപ്നങ്ങളാണ് കിട്ടിയത്. പക്ഷേ സ്വപ്നം കിട്ടിയതിന് ശേഷം കിട്ടിയതെല്ലാം നിരാശയുടെ അനുഭവങ്ങളിലൂടെയാണ് പോയത്. ഒരു രീതിയിലും ഒരു പ്രത്യാശയുള്ള ഒരു കാര്യം കാണുന്നില്ല. സഹോദരന്മാരെല്ലാം വഞ്ചിക്കുന്നു, സഹോദരന്മാർ 20 വെള്ളിക്കാശിന് വിൽക്കുന്നു, അവിടുന്ന് കൊട്ടം കൊണ്ട് തള്ളിയിടുന്നു, അവിടുന്ന് ജയിലിൽ അവിടുന്ന് പോത്തിഫറിന്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ പോകുമ്പോൾ അവിടെയും നിന്ദകളും അവമാനങ്ങളൊക്കെ ഉണ്ടാകുന്നു. പല തരത്തിലുള്ള വേദനിപ്പിക്കുന്നതായ സാഹചര്യങ്ങൾ, നിരാശപ്പെടുന്ന സാഹചര്യങ്ങൾ, ഒരു പ്രതീക്ഷയുമില്ലാത്ത സാഹചര്യങ്ങളിലൂടെയൊക്കെ അദ്ദേഹം കടന്നുപോയി. ദൈവം അതിലൂടെ പരിശോധിച്ചു, തൻ്റെ താഴ്മയെ പരിശോധിച്ചു, തന്നെ മറഞ്ഞിരിക്കുന്നതായ ഒരു അവസ്ഥയെ കൊണ്ട് അത് ദൈവം പരിശോധിച്ചു എങ്ങനെയുണ്ടെന്ന്. അത് കഴിഞ്ഞ് ദൈവം തന്നെ പരിശോധിക്കുന്നത് നിരാശാപരമായിട്ടുള്ള സാഹചര്യങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നിരാശാപരമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? യാതൊരു പ്രതീക്ഷയുമില്ല. ഞാൻ ഇനി എങ്ങനെ മുമ്പോട്ട് പോകും? ഞാൻ ഇനി എങ്ങനെ എൻ്റെ ജീവിതത്തിൽ എന്തായിത്തീരും? എൻ്റെ ഭാവി എന്തായിത്തീരും? എൻ്റെ വിദ്യാഭ്യാസം എന്തായിത്തീരും? എൻ്റെ പഠനം എന്തായിത്തീരും? ഞാൻ എങ്ങനെ ക്ലാസ്സിൽ പഠിക്കാൻ പോകും? ഞാൻ എങ്ങനെ പരീക്ഷ എഴുതും? എങ്ങനെ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യും? എങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ മുമ്പോട്ട് പോകാൻ കഴിയും? എങ്ങനെ എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളുമായിട്ട് എങ്ങനെ മുമ്പോട്ട് പോകും എന്ന് ഒരുപക്ഷെ ചിന്തിക്കുന്ന അവസ്ഥയായിരിക്കാം. ദൈവമക്കളെ ഓർത്തോണം, അതൊരു പരിശോധനയാണ്. ആ പരിശോധനയിൽ കൂടെ ജോസഫ് കടന്നുപോയി. ദൈവത്തിൻ്റെ വചനം പറയുന്നു, സമാഗമന കൂടാരത്തിൽ ഇടിച്ചെടുത്ത ഒലിവെണ്ണ ഉപയോഗിച്ചുള്ള വിളക്ക് തെളിയിക്കുമായിരുന്നു. ഈ ഒലിവെണ്ണ എന്ന് പറഞ്ഞാൽ എളുപ്പം കിട്ടുന്നതല്ല, അതൊരു പ്രയാസ അവസ്ഥയാണ്. ഒലിവിനകത്തുള്ള ഒലിവെണ്ണ ലഭിക്കണമെങ്കിൽ ഒലിവ് ആദ്യം മരത്തിൽ നിന്നും പറിച്ചെടുക്കണം. മനോഹരമായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും, കംഫർട്ടബിൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ഈ ഒലിവില പറിച്ച് അതായിരുന്ന ആ മരവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച്, അതായിരുന്ന സമൂഹവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോയി അതിനെ ക്രഷ് ചെയ്യും, അതിനെ ഉടയ്ക്കും, അതിനെ ഞെരുക്കും. അങ്ങനെ ഞെരുക്കിയതിന് ശേഷമാണ് അതിനകത്തുള്ള എണ്ണ പുറത്തു വരുന്നത്. ദൈവം ചില സന്ദർഭങ്ങളിൽ ഒലിവ് എണ്ണ ഉണ്ടാക്കുന്നത് പോലെ ദൈവം നമ്മളെ ചില സന്ദർഭങ്ങളിൽ നമ്മളായിരിക്കുന്ന ആ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള, ആ സുരക്ഷിതമായിരിക്കുന്ന, ആ സന്തോഷകരമായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ദൈവം നമ്മളെ പറിച്ചു മാറ്റും, മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുവരും. നമ്മളൊരിക്കലും വിചാരിക്കത്തില്ല, പെട്ടെന്ന് നമുക്ക് ചില ആൾക്കാരെയൊക്കെ വിട്ടുപിരിയേണ്ടതായിട്ട് വരും. നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഭക്കാർ എല്ലാവരെയും വിട്ട് മറ്റൊരു ഭാഗത്തേക്ക്, ഒരു പുതിയ ഭാഗത്തേക്ക് ചിലപ്പോൾ നമ്മളെ ദൈവം കൊണ്ടുപോയെന്നിരിക്കും.
ആ സമയത്ത് വിഷമിക്കേണ്ട, ഓർത്തോണം, എൻ്റെ കർത്താവ് എൻ്റെ അകത്തിരിക്കുന്ന ഒലിവെണ്ണ പോലെ എൻ്റെ അകത്തിരിക്കുന്ന ദൈവത്തിൻ്റെതായ ഒരു അഭിഷേകമുണ്ട്. ആ അഭിഷേകത്തെ ദൈവം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ് ദൈവം എന്നെ അതേ ഒലിവെണ്ണ ഉണ്ടാക്കുന്നത് പോലെ എൻ്റെ കർത്താവിനെ ക്രഷ് ചെയ്യുന്നത്. ചില നിരാശാപരമായ സാഹചര്യങ്ങളിലൂടെ, ചില വഞ്ചിക്കുന്ന വ്യക്തികൾ നമ്മളെ വഞ്ചിക്കുന്നത് പോലെ, ചില വ്യക്തികൾ നമ്മളെ തള്ളിക്കളയുന്നത് പോലെ, ഉപേക്ഷിക്കുന്നത് പോലെ, ചില വ്യക്തികൾ നമ്മളെ വേദനിപ്പിക്കുന്ന അവസ്ഥകളിലൂടെ കടന്നു പോകുന്നത് പോലെയൊക്കെ നമ്മൾ പോയെന്നിരിക്കും. പക്ഷെ ഓർത്തോണം, നിന്റെ തകർച്ചയ്ക്ക് വേണ്ടിയല്ല, നിന്നെ പണിയുവാൻ വേണ്ടിയാണ്. ഒരു നല്ല മാനപാത്രമാക്കി തീർക്കുവാൻ, ദൈവത്തിന് ഉപയോഗമുള്ള, ദൈവത്തിന് പ്രസാദമുള്ള ഒരു നല്ല മാനപാത്രമാക്കി നിന്നെ ഉപയോഗിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം ആരെയെങ്കിലും ഏതെങ്കിലും കാലഘട്ടത്തിൽ ദൈവം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ശോധനയെ കൂടെ കടത്തിവിടാതെ എൻ്റെ കർത്താവ് ആരെയും ഇതുവരെയും ഉപയോഗിച്ചിട്ടില്ല. ലോക ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു ദൈവത്തിന്റെ പൈതലിനെ, ദൈവത്തിന്റെ ദാസനെ കർത്താവ് ശക്തിയോടെ കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചുവെങ്കിൽ ഓർത്തോണം, അവന്റെ പിറകിൽ ശോധനയുടേതായ അനുഭവങ്ങളുണ്ട്, ശോധനയുടേതായിട്ടുള്ള കഥകളുണ്ട്. ദൈവം ശുദ്ധീകരിക്കാതെ, ദൈവം പരിശോധിക്കാതെ ഇന്നുവരെയും ഒരു വ്യക്തിയെപ്പോലും കർത്താവിന് ഉപയോഗിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങൾ ശോധനയിൽ കൂടെ പോകുന്നുണ്ടോ? പരിശോധനയിൽ കൂടെ പോകുന്നുണ്ടോ? കൂടുകളെ കൂടെ ഇളക്കി കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ പറക്കുവാൻ പരിശീലിപ്പിക്കുന്നത് പോലെ ആയിരിക്കുന്ന കൂടിളക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ ആയിരിക്കുന്നുണ്ടോ? നിങ്ങളെ സ്നേഹിച്ചിരുന്ന വ്യക്തികൾ തള്ളിക്കളയുന്ന അവസ്ഥ കൂടെ നിങ്ങൾ പോകുന്നുണ്ടോ? കൂടെ ഉണ്ടായിരുന്ന പല വ്യക്തികളും നിങ്ങളെ കണ്ട് അവഗണിക്കുന്ന അവസ്ഥകൾ നിങ്ങൾ കടന്നു പോകുന്നുണ്ടോ? ഇതെല്ലാം കാണുന്ന ഒരു ദൈവമുണ്ട്, ഇതെല്ലാം അറിയുന്ന ഒരു ദൈവമുണ്ട്. ഇതിൻ്റെ പിറകിൽ ദൈവത്തിന് ഒരു വലിയ ഉദ്ദേശമുണ്ട്. വിശ്വസിക്കുന്ന ഒരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. തൻ്റെ ജീവിതത്തിൽ തനിക്ക് എല്ലാവരെയും വിട്ടു പോകേണ്ടതായിട്ട് വന്നു. സ്നേഹിക്കുന്ന അപ്പൻ, സ്നേഹിക്കുന്ന അമ്മ, ആ സാഹചര്യങ്ങൾ, തൻ്റെ കംഫർട്ടബിൾ സോൺ എല്ലാം വിട്ട് മറ്റൊരു ഭാഗത്തേക്ക് ദൈവം തന്നെ കൊണ്ടുപോയെങ്കിൽ ഒരു പരിചയമില്ലാത്ത ആൾക്കാരുമായിട്ട്, ദേശവുമായിട്ട് അത് ഡീൽ ചെയ്യുവാനും മിങ്കിൾ ചെയ്യുവാനും ഒക്കെ തനിക്ക് അവസരമുണ്ടായെങ്കിൽ ഓർത്തോണം, ദൈവം ഇടിച്ചെടുത്ത ഒലിവെണ്ണ പോലെ, ഹല്ലേലൂയ, ആ ഒലിവെണ്ണയിലൂടെ വലിയൊരു പ്രകാശം അതെ ദൈവത്തിന്റെ ആലയത്തിൽ വരുന്നത് പോലെ ദൈവത്തിന്റെ ഒരു വലിയ പ്രകാശമാക്കി കർത്താവ് നിന്നെ മാറ്റാൻ ആഗ്രഹിക്കുകയാണ്. നിന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള വെസലായിട്ട് മാറ്റാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ശ്രദ്ധിക്കാമോ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വചനം പറയുന്നു, മൂന്നാമത്തെ പരിശോധന എന്ന് പറയുന്നത് നിരാശാപരമായ സാഹചര്യങ്ങളിലുള്ള പോകുന്ന പരിശോധന. എൻ്റെ ഭാവി എന്താകുമെന്ന് ചിന്തിക്കുന്ന പരിശോധന. കൂടെ നിന്ന പല ആൾക്കാരും വിട്ടുപോകുന്ന അവസ്ഥയിൽ അദ്ദേഹം കടന്നുപോയി. വേദനയിൽ കൂടെയും ഭാരത്തിൽ കൂടെയും കൃഷി ചെയ്യുന്ന അവസ്ഥയിൽ കൂടെ അദ്ദേഹം കടന്നുപോയി. പക്ഷെ അവിടെ ഒന്നും അദ്ദേഹം പിന്മാറിയില്ല, ദൈവത്തെ വിട്ട് മാറിയില്ല. അവിടെയൊന്നും കർത്താവിൻ്റെ സാന്നിധ്യം വിട്ട് ഓടിപ്പോയില്ല. ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം 1 മുതൽ. എന്നാൽ യോസഫിനെ മിസ്രയീമിലേക്ക് കൊണ്ടുപോയി അവനെ അവിടെ കൊണ്ടുവന്ന ഇസ്മായിലിന്റെ കയ്യിൽ നിന്ന് ഫറവോന്റെ ഒരു ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായ പോത്തിഫർ എന്ന മിസ്രയീമ്യൻ അവനെ വിലയ്ക്ക് വാങ്ങി. യഹോവ യോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി മിസ്രയീമിനായ യജമാന്റെ വീട്ടിൽ പാർത്തു. യഹോവ അവൻ്റെ കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നെന്നും അവൻ്റെ യജമാനൻ കണ്ടു. അതുകൊണ്ട് യോസഫ് അവന് ഇഷ്ടനായി ശുശ്രൂഷ ചെയ്തു. അവൻ അവനെ ഗൃഹവിചാരകനാക്കി തനിക്കുള്ളതൊക്കെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, അടുത്തൊരു പരിശോധനയിലേക്ക് തന്നെ കടത്തിവിടുകയാണ്. അടുത്തൊരു പരിശോധന എന്ന് പറയുന്നത് തന്നെ പൊത്തിഫേറിൻ്റെ വീട്ടിൽ കൊണ്ടുപോയതിനു ശേഷം തന്നെ അവിടെ ഗൃഹവിചാരകനാക്കി എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാ കാര്യങ്ങളും ആ വീട്ടിൽ പൊത്തിഫേർ കഴിഞ്ഞാലുള്ള സകല കാര്യങ്ങളുടെയും അധികാരിയായിട്ട്, അതിൻ്റെ ഒരു സൂപ്പർവൈസറായിട്ട്, ഒരു മാനേജരായിട്ട് അദ്ദേഹം ജോസഫിനെ നിയമിച്ചു. അവിടെ ഒരു ബ്ലെസ്സിങ്സ്, അനുഗ്രഹം വന്നിരിക്കുകയാണ്. കാരണം പ്രത്യേകിച്ച് പൊട്ടക്കുഴി അവിടെ കാണുന്നില്ല, ആഹാരത്തിന് ബുദ്ധിമുട്ട് കാണുന്നില്ല. കാരണം എല്ലാം തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആഹാരമാകട്ടെ, വസ്ത്രമാകട്ടെ, താമസ സൗകര്യമാകട്ടെ, ഒന്നിനൊരു കുറവുമില്ല. മാത്രമല്ല തന്നെ എല്ലാ ഭവനത്തിൻ്റെയും അധികാരിയായിട്ട്. പൊത്തിഫർ ഒരു ജന്മിയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ നല്ല രീതിയിലുള്ള ഒരു കംഫർട്ടബിൾ സോണാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഭൗതികമായ ഒരു അനുഗ്രഹത്തോടു കൂടി
തന്നെ ദൈവം അവിടെ കൊണ്ടുപോയി അവിടെ പരിശോധിച്ചു. ഭൗതികമായ ഒരു സമൃദ്ധിയിൽ വന്നപ്പോൾ ഓർത്തോണം, ഈ ഭൗതികമായ സമൃദ്ധി പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് അവിടെ വേറെ പ്രശ്നങ്ങളെന്നുള്ളതായിട്ട് കാണുന്നില്ല, അവിടെ വേറെ പ്രത്യേകിച്ച് ഒരു പ്രതികൂലങ്ങളൊന്നും കാണുന്നില്ല, അങ്ങനെ പ്രതികൂലങ്ങളൊന്നും ഇല്ലാത്ത, പ്രശ്നങ്ങളൊന്നും വലുതായിട്ടില്ലാത്ത, നല്ല കംഫർട്ടബിൾ ആയിരിക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയപ്പോഴാണ് തനിക്ക് പാപത്തിൻ്റെ ഒരു പരിശോധന ഉണ്ടായത്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും പാപത്തിൻ്റെ പരിശോധന വരുന്നത് കംഫർട്ടബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ പ്രോസ്പെറിറ്റി ഉള്ളപ്പോഴാണ്, അല്ലെങ്കിൽ സമൃദ്ധി ഉള്ളപ്പോഴാണ് പലപ്പോഴും പാപത്തിൻ്റെ പരിശോധന വരുന്നത്. നമ്മൾ കിങ് ഡേവിഡിൻ്റെ ലൈഫ് പരിശോധിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇടയനായിരിക്കുമ്പോഴത്തേക്ക് ഇത്രയും വലിയ പരിശോധനയൊന്നും ഇല്ലായിരുന്നു. അദ്ദേഹം കൊട്ടാരത്തിൽ വന്ന് രാജ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ട്, സമൃദ്ധമായിട്ട്, ഒന്നിനും കുറവില്ലാത്ത അവസ്ഥയിൽ, എല്ലാ രീതിയിലും പ്രോസ്പെറിറ്റി ലഭിച്ചതായ സമയത്ത് അപ്പോഴാണ് പാപം തന്നെ വാതിൽക്കൽ മുട്ടുന്നത്. പാപകരമായ ഒരു പ്രലോഭനം അവിടെ ദാവീദിനുണ്ടാകുന്നു. പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ചിലപ്പോൾ ചില അനുഗ്രഹങ്ങൾ നൽകി, ചില ഭൗതിക നന്മകൾ നൽകി നമ്മളെ ദൈവം ടെസ്റ്റ് ചെയ്യും. ഒരു ഹാലിൽ പറയാം, പ്രൈസ് ദി ലോർഡ്. ആ ഭൗതിക നന്മകൾ ലഭിക്കുമ്പോൾ, ആ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ നമ്മൾ മതിമറന്നു പോകരുത്, നമ്മൾ ദൈവകൃപ വിട്ടുപോകരുത്, നമ്മൾ ദൈവസ്നേഹം വിട്ടുപോകരുത്, നമ്മൾ പാപകരമായ പ്രലോഭനങ്ങളുടെ മുമ്പിൽ നമ്മൾ വീണു പോകരുത്. അവിടെ ജോസഫിൻ്റെ ജീവിതത്തിൽ തനിക്ക് ഒരു സമൃദ്ധമായ ഒരു അന്തരീക്ഷത്തിൽ ദൈവം കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. തനിക്ക് വലിയ ബുദ്ധിമുട്ടുകളോ കഷ്ടപ്പാടുകളൊന്നും അവിടെ കാണുന്നില്ല. കാരണം താൻ അവിടെ എല്ലാത്തിൻ്റെയും മാനേജറാണ്. ഒരുപക്ഷെ മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിക്കാനുള്ള പവറുണ്ട്. ജോസഫ് പറഞ്ഞാൽ പല ആൾക്കാരും പലതും ചെയ്യും. അങ്ങനെയുള്ളൊരു സ്റ്റൈൽ നിൽക്കുകയാണ്. പക്ഷെ അവിടെയും അദ്ദേഹത്തിൻ്റെ ആ പരിശോധനയിൽ അദ്ദേഹം ജയം പ്രാപിച്ചു. പാപത്തിൻ്റെ പരിശോധന വന്നപ്പോൾ, പ്രലോഭനങ്ങൾ വന്നപ്പോൾ തന്നെ ഒരുപക്ഷെ ആ ഒരു പൊത്തിഫറിന്റെ വീട്ടിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാം എന്നുള്ള നിലയിൽ അദ്ദേഹം കോംപ്രമൈസിന് പോയില്ല. അത് ദൈവകൃപ വിട്ടു പോയില്ല. അദ്ദേഹം തീരുമാനിച്ചു, എന്തു വന്നാലും എനിക്ക് പാപത്തോട് ഗുഡ് ബൈ. സ്വതന്ത്രം പറയാം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ദൈവം പരിശോധിക്കുന്ന നാലാമത്തെ മേഖല എന്ന് പറയുന്നത്, പാപകരമായ സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ, പ്രലോഭനങ്ങൾ കടന്നു വരുമ്പോൾ, ചിലപ്പോൾ അച്ഛൻ കൂടെ കാണത്തില്ല, അമ്മ കൂടെ കാണത്തില്ല, സഭയിലെ പാസ്റ്റർ കൂടെ കാണത്തില്ല, ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത് പാപകരമായ ഒരു പ്രലോഭനം വരുമ്പോൾ ദൈവം നമ്മളെ പരിശോധിക്കുന്നതാണെന്ന് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളെ പരിശോധിക്കുന്നതാണ്. ദൈവം നമ്മളെ പരിശോധിക്കുന്നതാണ്. ആ പാപകരമായ പ്രലോഭനങ്ങളെ ജയിക്കുവാനായിട്ട് കർത്താവ് നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. ഇന്നിനെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ കുഞ്ഞെ, നീ പാപകരമായ ഒരു ടെംപ്റ്റേഷനിൽ നീ പോകുന്നുണ്ടോ? അവിടെ ജയാളിയായി നീ പുറത്തു വന്നാൽ എൻ്റെ കർത്താവ് നിന്നെ മാനമാത്രമാക്കി തീർക്കും. കർത്താവിനെ കൊള്ളാവുന്നതിന് മാനമാത്രമാക്കി ദൈവം നിന്നെ ഉപയോഗിക്കും. ഈ നാലാമത്തെ പരിശോധനയെയും അദ്ദേഹം ജയിച്ചു. ദൈവത്തിൻ്റെ കൃപയിൽ അദ്ദേഹം ജയിച്ചു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ 4 പരിശോധനയും ജയിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്നിവിടെ നിർത്തുകയാണ്. ബാക്കിയുള്ളത് അടുത്ത ആഴ്ചയിൽ ചിന്തിപ്പാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെന്ന് ജോസഫിൻ്റെ ജീവിതത്തിലുള്ള ചില പരിശോധനയെ കൂടെ പോയ അവസ്ഥകൾ കേൾക്കുവാനിടയായി കർത്താവേ. അദ്ദേഹം പോയതായിട്ടുള്ള കർത്താവേ ചില പരിശോധനകൾ കർത്താവേ. ഒന്ന്, അദ്ദേഹത്തിൻ്റെ അപ്പം പറഞ്ഞപ്പോൾ താഴ്മയോടുകൂടി അദ്ദേഹം അനുസരിച്ചു, അതൊരു പരിശോധനയായിരുന്നു. 2, കർത്താവേ, അദ്ദേഹം മറഞ്ഞിരിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ആരാലും അറിയപ്പെടാതെ ഒളിഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവിടെ അദ്ദേഹം വിജയകരമായി അത് പൂർത്തിയാക്കി കർത്താവേ. 3, ഞങ്ങൾ കേട്ട് കർത്താവേ, നിരാശാപരമായ സാഹചര്യങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയി. ഒരിക്കലും എൻ്റെ സ്വപ്നങ്ങൾ, ദൈവം നൽകിയ ആലോചനകൾ നിവർത്തിക്കപ്പെടുമെന്നുള്ളതായിട്ടുള്ള അവസ്ഥകൾ പോലും, ആ സ്വപ്നങ്ങളെല്ലാം തകർന്നു പോകുന്ന അവസ്ഥകൾ കൂടെ അദ്ദേഹം കടന്നു പോയെങ്കിലും കർത്താവേ, ആ നിരാശപരമായ അവസ്ഥകൾ, കൂട്ടുകാർ വിട്ടുപോകുന്ന അവസ്ഥകൾ, കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ വിട്ടുപോകുന്ന അവസ്ഥകൾ, തള്ളിപ്പറയുന്ന അവസ്ഥകൾ, കർത്താവെ തനിക്കെതിരായിട്ട് അപവാദങ്ങൾ പറയുന്ന അവസ്ഥകളൊക്കെ കടന്നു വന്ന് കർത്താവെ, അവിടെ അദ്ദേഹം വീണുപോയില്ല, പതറിപ്പോയില്ല. 4, ഞങ്ങൾ കേട്ട് കർത്താവെ, തനിക്ക് ഒരു സമൃദ്ധിയൊക്കെ ദൈവം കൊടുത്തുവെങ്കിലും ആ സമൃദ്ധിയിൽ അദ്ദേഹം മതിമറന്നു പോയില്ല. ആ സമൃദ്ധിയിൽ ദൈവത്തെ മറന്നുപോയില്ല. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമൃദ്ധിയിൽ മതിമറന്ന് പാപം ചെയ്യാൻ പോയില്ല കർത്താവെ. മറിച്ച് എന്തെല്ലാം സമൃദ്ധി കർത്താവ് തനിക്ക് ലഭിച്ചുവെങ്കിലും അതിനെക്കുപരിയായി കർത്താവിനെ സ്നേഹിച്ചു. അതെൻ്റെ കർത്താവിനോട് ഞാൻ പാപം ചെയ്യുകയില്ല തീരുമാനമെടുത്ത് കർത്താവെ. ഇന്ന് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലും കർത്താവെ ഈ പരിശോധനകളെ ജയിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. പാപത്തോട് നോ പറയുവാൻ,
പ്രലോഭനങ്ങളോട് നോ പറയുവാൻ, ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കുവാൻ, ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്രകാരം ഇവിടെ ആയിരിക്കുന്ന ഈ വചനം കേൾക്കുന്ന എല്ലാ വ്യക്തികൾക്കും വേണ്ടിയും എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. അവരെല്ലാം നീ അനുഗ്രഹിക്കണമേ കർത്താവേ. ദൈവത്തിൻ്റെ ഒരു മാനപാത്രമായി തീരുവാൻ തക്കവണ്ണം കർത്താവേ എല്ലാ മക്കളെയും കർത്താവ് സഹായിക്കണമേ. അവരാരും ദൈവത്തിൻ്റെ കൃപ വിട്ട് പോകാൻ ഇടയാവല്ലേ. അവരാരും പാപത്തിൽ വീണു പോകാൻ ഇടയാവല്ലേ. നിരാശയിൽ തകർന്നു പോകാൻ ഇടയാവല്ലേ. പ്രലോഭനങ്ങളെ ജയിക്കുവാൻ, പരിശോധനകളെ ജയിക്കുവാൻ, ജയാളിയായി പുറത്തു വരുവാൻ എല്ലാ മക്കളെയും കർത്താവ് സഹായിക്കണമേ. കരങ്ങൾ എല്ലാ വിഷയങ്ങളെയും ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ജോസഫിനെ പോലെ ദൈവത്തിൻ്റെ പരിശോധനകളെ ജയിച്ച് ജയാളിയായി പുറത്തു വരുവാനായിട്ട് കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. സ്റ്റേ ബ്ലസ് ഇൻ ജീസസ് നെയിം. ആമേൻ.